ഹായ് നമസ്കാരം. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2023 ഏപ്രിൽ മാസത്തിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. കോഓപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമ്മൾ സാധാരണ എക്സ്പെക്റ്റ് ചെയ്യുന്ന തരത്തിൽ തന്നെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ഇപ്പം നമ്മുടെ അറിയാമായിരിക്കുമല്ലോ, നമ്മുടെ ചോദിക്കുമ്പോൾ കോഓപ്പറേറ്റീവ് അക്കൗണ്ടിങ് ചോദിക്കുന്ന അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങിൻ്റെ ചോദ്യങ്ങൾ വരുന്നത് പൊതുവേ ബേസിക് അക്കൗണ്ടൻസിയിൽ നിന്നും അതേപോലെ തന്നെ ഓഡിറ്റിങ്ങിൽ നിന്നും പിന്നെ കുറച്ച് ഭാഗം നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള കോഓപ്പറേറ്റീവ് പേപ്പറുകളിൽ നിന്നും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു മിക്സ് പരുവത്തിലാണ് നമ്മുടെ സാധാരണഗതിയിൽ കോഓപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങിൻ്റെ പേപ്പറിലെ ചോദ്യങ്ങൾ കാണുക. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ആദ്യത്തെ 1 മാർക്ക് സെക്ഷൻ നോക്കൂ. ഇപ്പം 1 മാർക്കിൽ 10 ചോദ്യങ്ങളാണുള്ളത്. ആ 10 ചോദ്യങ്ങളും കമ്പൾസറിയാണ്, എല്ലാം എഴുതണം. അതിൻ്റെ ഫസ്റ്റ് ചോദ്യം തന്നെ നോക്കിയേ, ഡിഫൈൻ അക്കൗണ്ടൻസി എന്നുള്ളതാണ്. ഡിഫൈൻ അക്കൗണ്ടിങ്. അപ്പോൾ ഡിഫൈൻ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നമുക്ക് ഏതൊരു വ്യക്തിക്കും, നമുക്കിപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കുട്ടികൾക്കും എഴുതാൻ കഴിയുന്ന ഒരു ചോദ്യമാണ് ഡിഫൈൻ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്, അല്ലേ? അക്കൗണ്ടൻസി ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ആൻഡ് ഇൻ ദ ടേംസ് ഓഫ് മണി, ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് വിച്ച് ആർ അറ്റ്ലീസ്റ്റ് ഓഫ് ഫൈനാൻഷ്യൽ ക്യാരക്ടർ ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ് ദെയർ ഓഫ് എന്നുള്ളതാണ്. നമ്മളോട് അത് കാണാതെ പച്ചവെള്ളം കുടിക്കുന്നത് പോലെ പഠിച്ചു വെച്ചിരുന്ന സാധനമാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, ലിസ്റ്റ് ഔട്ട് എനി 2 ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 2 ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലേ? അത് ഒന്നുകിൽ ട്രേഡിംഗ് അക്കൗണ്ടെന്നും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടെന്നും എഴുതുക, അതല്ലെങ്കിൽ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടെന്നും കൂടെ എഴുതുക. ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എഴുതുന്നതാണ് നല്ലത്. മെൻഷൻ എനി 2 സ്റ്റേറ്റ് എയ്ഡ് ടു കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ് എയ്ഡുകൾ ഏതൊക്കെയാണ്? 2 എണ്ണത്തിൻ്റെ പേര് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലേ? 2 എണ്ണം നമുക്കറിയാം ഏതാണ്. സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടും പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടും എഴുതിയാൽ മതിയാവും. നമ്മളൊരു അതിൻ്റെ പ്രത്യേകം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്തൊരു 4-5 സ്റ്റേറ്റ് എയ്ഡ് പറയുന്നുണ്ട്. അതിനകത്ത് 2 എണ്ണമാണ് ഞാൻ ഈ പറഞ്ഞ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടും സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടും. 4ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ മെമ്പർഷിപ്പ് രജിസ്റ്റർ എന്നുള്ളതാണ്. അത് നമ്മൾ നമ്മുടെ സിലബസിൽ നിന്നുകൊണ്ട് തന്നെ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് ഈ മെമ്പർഷിപ്പ് രജിസ്റ്റർ എന്ന് ഉള്ളത്. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ അതിനകത്തൊരു മൊഡ്യൂളിൽ ബുക്സ് ആൻഡ് രജിസ്റ്റർ കെപ്റ്റ് ബൈ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്ന ഒരു ഏരിയ പഠിക്കുന്നുണ്ട്. അതിനകത്ത് നമ്മൾ പലതരം ബുക്സ് ആൻഡ് രജിസ്റ്ററിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് ഞാൻ ആ മൊഡ്യൂൾ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇതിൽ നിന്ന് നമുക്ക് 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും സെക്ഷനിൽ പല ചോദ്യങ്ങൾ ചോദിക്കാൻ വന്നേക്കാം എന്നുള്ളത് അന്ന് ഞാൻ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ തന്നെയാണ് ഈ ബുക്സ് ആൻഡ് രജിസ്റ്ററിലൊക്കെ പറഞ്ഞിട്ടുള്ളത്, അല്ലെ? ഡേ ബുക്ക് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഡേ ബുക്ക് അല്ലെങ്കിൽ ക്യാഷ് ബുക്ക്, മിനിറ്റ്സ് ബുക്ക്, ഷെയർ ആപ്ലിക്കേഷൻ രജിസ്റ്റർ, അഡ്മിഷൻ രജിസ്റ്റർ, നോമിനേഷൻ രജിസ്റ്റർ, റെസിപ്റ്റ് ബുക്ക്, വൗച്ചർ ഫയൽ, അല്ലേ? അങ്ങനെ ഒരുപാട് ബുക്സ് ആൻഡ് രജിസ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരെണ്ണമാണ് എന്ന് പറയുന്നത് മെമ്പർഷിപ്പ് രജിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പം നമ്മളൊരു മെമ്പറിന് അല്ലെങ്കിൽ ഒരു പുതിയ വ്യക്തിക്ക് അംഗത്വം കൊടുക്കുന്ന സമയത്ത് നമ്മൾ അദ്ദേഹത്തിൻ്റെ പേര് വിവരങ്ങളും അഡ്രസ്സും കോൺടാക്റ്റ് ഇൻഫർമേഷൻസും എല്ലാം എഴുതി സൂക്ഷിക്കുന്ന ഒരു രജിസ്റ്ററാണ് നമ്മുടെ മെമ്പർഷിപ്പ് രജിസ്റ്റർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് എന്നാൽ എന്തെന്നാണ്. അത് നമ്മുടെ സിലബസിനുള്ളിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യമാണ്. 5ാമത്തെ മൊഡ്യൂൾ കോഓപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിനകത്ത് ടൈപ്സ് ഓഫ് ഓഡിറ്റ് എന്ന് പറയുന്ന സംഗതി പഠിക്കുന്നുണ്ട്. അതിനകത്ത് മെക്കാനിക്കൽ ഓഡിറ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്, ടീം ഓഡിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒട്ടനവധി ചോദ്യങ്ങൾ പഠിച്ചു പോകുന്നുണ്ട്. അതിനകത്ത് ഒരെണ്ണമാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഫൈനാൻഷ്യൽ ആസ്പെക്റ്റ് നോക്കുന്നതിനോടൊപ്പം അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ആസ്പെക്റ്റ് കൂടി കവർ ചെയ്ത് പോകുന്ന ഓഡിറ്റിനെയാണ് നമ്മൾ വിളിക്കുക അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുക. അപ്പോൾ ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷൻ ഓഫ് ആൻ ഓർഗനൈസേഷൻസ് administrative policies, procedures and practices to evaluate their efficiency, effectiveness and economy എന്ന് പറയാൻ പറ്റും. എന്ന് വെച്ചാൽ ഒരു സ്ഥാപനത്തിൻ്റെ എക്കണോമി, എഫക്റ്റീവ്നെസ്, എഫിഷ്യൻസിയൊക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സ്ഥാപനത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് പോളിസീസും പ്രൊസീജിയേഴ്സും ഒക്കെ ഓഡിറ്റ് ചെയ്യുന്നതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് എന്ന്
പറയാൻ കഴിയും. പിന്നെ വാട്ട് ഈസ് ഓപ്പൺ മെമ്പർഷിപ്പ്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അത് നമുക്ക് യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ അത് ഇവിടുന്നല്ല, യഥാർത്ഥത്തിൽ നമുക്കത് തേർഡ് സെമ്മിൽ നിന്നാണെങ്കിൽ വേണമെങ്കിൽ പറയാൻ പറ്റുമല്ലേ. നമുക്ക് നമ്മൾ കോഓപ്പറേറ്റീവ് സ്ഥാപനങ്ങളിൽ ഓപ്പൺ മെമ്പർഷിപ്പാണ് ഉള്ളത്. എന്ന് വെച്ചാൽ അവിടെ ഓപ്പൺ മെമ്പർഷിപ്പ് എന്ന് വെച്ചാൽ നമുക്ക് യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സ്ത്രീയെന്നോ പുരുഷനെന്നോ അല്ലെങ്കിൽ കാസ്റ്റോ ക്രീഡോ അല്ലെങ്കിൽ റിലീജിയനോ ഒന്നും നോക്കാതെയുള്ള മെമ്പർഷിപ്പാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്, കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കൊടുക്കുന്നത്. അത്തരം മെമ്പർഷിപ്പിൽ നമുക്ക് ഓപ്പൺ മെമ്പർഷിപ്പ് എന്ന് പറയാൻ കഴിയും. പിന്നെ ഡെമോക്രാറ്റിക് കൺട്രോൾ നമ്മൾ 4th സെമസ്റ്ററിലാണ് പഠിക്കുന്നത്. ഡെമോക്രസി ഇൻ കോഓപ്പറേറ്റീവ്സ് എന്ന് പറയുന്നൊരു ഭാഗം നമ്മൾ പഠിച്ചു പോകുന്നുണ്ട്. അത് ഡെമോക്രാറ്റിക് കൺട്രോളാണ്. അപ്പോൾ ഡെമോക്രാറ്റിക് കൺട്രോൾ എന്ന് വെച്ചാൽ എന്താണ്, അവിടെ ജനറൽ ബോഡി മെമ്പേഴ്സ് ഉണ്ട്. ജനറൽ ബോഡി മെമ്പേഴ്സ് 5 വർഷത്തിലൊരിക്കൽ അവിടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ തിരഞ്ഞെടുക്കും. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്, അത് 1 മാൻ 1 വോട്ട് എന്ന് പറയുന്ന ആ ഒരു പ്രിൻസിപ്പിളിൽ നിന്നുകൊണ്ടാണ് നമ്മളത് തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ തിരഞ്ഞെടുക്കുന്നത് ഡെമോക്രാറ്റിക് കൺട്രോളാണ്. ജനറൽ ബോഡി മെമ്പേഴ്സാണ് ആ ഒരു റൈറ്റ് അവിടെ എക്സർസൈസ് ചെയ്യുന്നത്. ഇനി 8ാമത്തെ ചോദ്യം വാട്ട് ഈസ് ഡയറി കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ളതാണ്. അതൊക്കെ നമുക്ക് യഥാർത്ഥത്തിൽ പഠിച്ചില്ല എങ്കിൽ പോലും കയ്യിൽ നിന്നിട്ട് എഴുതാം. എങ്കിൽ പോലും അത് നമ്മൾ എവിടെയും പഠിച്ചിട്ടുണ്ട്. 4th സെമ്മിൽ പഠിക്കുന്നുണ്ട്. 4th സെമ്മിലല്ല 5th സെമ്മിൽ അത് പഠിച്ചു പോകുന്നുണ്ട്. കോഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന പേപ്പറിൽ നമ്മൾ അത് പഠിക്കുന്നുണ്ട്. ഡയറി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ പാലുൽപ്പന്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ നമുക്കെന്ത് പറയാൻ പറ്റും, ഡയറി കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയാൻ പറ്റും. വാട്ട് ഈസ് ആൻ ഓഡിറ്റ് റിപ്പോർട്ട്, അത് 5ാമത്തെ മൊഡ്യൂളിലുള്ള സംഗതിയാണ്. വാട്ട് ഈസ് ആൻ ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അത് ഓഡിറ്റിൻ്റെ അവസാനം ഓഡിറ്റർ ഓഡിറ്റിൽ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ സജഷൻസും എല്ലാം കൂടെ ചേർത്ത് തയ്യാറാക്കുന്ന റിപ്പോർട്ടാണ് ഓഡിറ്റ് റിപ്പോർട്ട്. പിന്നെ 10ാമത്തെ ചോദ്യമായി പറയുന്നത് വാട്ട് ഈസ് എ ഹൗസിംഗ് കോഓപ്പറേറ്റീവ്സ് എന്നുള്ളതാണ്. ഹൗസിംഗ് കോഓപ്പറേറ്റീവ്സ് എന്താണ്, വീട് നിർമ്മാണത്തിന് അല്ലെങ്കിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് നമ്മൾ പണം എത്തിച്ചു കൊടുക്കുന്ന അത്തരം കോഓപ്പറേറ്റീവ് സൊസൈറ്റികളാണ്. ഇപ്പോൾ ഹൗസിംഗ് കോഓപ്പറേറ്റീവ്സിൽ തന്നെ എന്തുണ്ട്, നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, സ്റ്റേറ്റ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, താഴെ പ്രൈമറി ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ യഥാർത്ഥത്തിൽ എവിടെയൊക്കെ പഠിക്കുന്നുണ്ട്, 4th സെമ്മിലും 5th സെമ്മിലും അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇനി നമ്മൾ 2ാമത്തെ സെക്ഷനാണ് സെക്ഷൻ ബി എന്ന് പറയുന്നത്. സെക്ഷൻ ബി 2 മാർക്ക് ചോദ്യങ്ങളാണ്. അതിൽ ഏകദേശം 12ഓളം ചോദ്യങ്ങളുണ്ട്. അതിനകത്ത് നമ്മൾ 8 ചോദ്യങ്ങളാണ് എഴുതേണ്ടത്. അവിടെയും സിമ്പിളായിട്ട് തന്നെയാണ് ആ സംഗതികളെല്ലാം ചോദിച്ചു വെച്ചിട്ടുള്ളത്. റൈറ്റ് എ നോട്ട് ഓൺ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. ഞാൻ പറഞ്ഞു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഇൻ്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ്, ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ, അങ്ങനെ 3 സംഘടനകളെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഉറപ്പായിട്ടും ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എഴുതിയതാണ് ഈ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. അത് നമ്മുടെ ഇൻ്റർനാഷണലി പല രാജ്യങ്ങളിലെയും തൊഴിലാളി സംഘടനകളുടെ ഒരു കൂട്ടായ്മയാണ് ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. വാട്ട് ഡു യു മീൻ ബൈ ട്രയൽ ബാലൻസ് എന്നൊരു ചോദ്യമുണ്ട്. ട്രയൽ ബാലൻസ് എന്ന് വെച്ചാൽ എന്താണ്? ട്രയൽ ബാലൻസ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ടു ചെക്ക് ദ അരിത്തമാറ്റിക്കൽ ആക്യുറസി ഓഫ് ദ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർഡ്. നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ലെഡ്ജർ അക്കൗണ്ടുകളുടെ അരിത്തമാറ്റിക്കൽ ആക്യുറസി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നത്. അത് മാത്രമല്ല, കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ റെസീപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. അടുത്ത 13ാമത്തെ ചോദ്യം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് മിനിറ്റ്സ് ബുക്സ് ആൻഡ് രജിസ്റ്റേഴ്സ് കെപ്റ്റ് ബൈ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. അതിനകത്തെ മിനിറ്റ്സ് ബുക്കാണ്. മിനിറ്റ്സ് ബുക്ക് എന്ന് വെച്ചാൽ എന്താണ്, നമ്മളൊരു സഹകരണ സ്ഥാപനത്തിലെ ഒരു മീറ്റിംഗ് കൂടുന്ന സമയത്ത് ആ മീറ്റിങ്ങിൻ്റെ അജണ്ടകളും ആ മീറ്റിങ്ങിൽ നടക്കുന്ന കാര്യങ്ങളും എല്ലാം കൃത്യമായി എഴുതി സൂക്ഷിക്കുന്ന ഒരു ബുക്കാണ് മിനിറ്റ്സ് ബുക്ക് എന്ന് പറയുന്നത്. 14ാമത്തെ ചോദ്യം എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് മെയിൻറ്റെയിനിങ് ബോറോയിങ് ലെഡ്ജർ. ബോറോയിങ് ലെഡ്ജർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം എന്താണ്? ബോറോയിങ് ലെഡ്ജർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, ബോറോ ചെയ്യുമ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി സൂക്ഷിക്കുന്ന ലെഡ്ജറാണ് ബോറോയിങ് ലെഡ്ജർ എന്ന് പറയുന്നത്. പിന്നെ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റിംഗ്. നമ്മളത് 6ാമത്തെ സെമ്മിൽ തന്നെ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന പേപ്പർ പഠിക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ എന്താണ് 5th നമ്മുടെ ഈ പേപ്പറിൽ തന്നെ കോഓപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നൊരു പേപ്പറും ഒരു മൊഡ്യൂളും പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് 2 ഉള്ളതാണ്, ഇനി പറഞ്ഞ് മെനക്കെടുന്നില്ല. പിന്നെ റൈറ്റ് എ നോട്ട് ഓൺ കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട്. കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിനെ കുറിച്ചൊരു നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സഹകരണ വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ റിസർവ് സൂക്ഷിക്കുന്ന ഫണ്ടാണ് കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് എന്നൊക്കെ പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മളൊരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ
നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് കുറച്ച് എമൗണ്ട് നമ്മൾ എങ്ങോട്ട് മാറ്റാറുണ്ട്, ഈ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് മാറ്റാറുണ്ട്. അത് നമ്മുടെ ഈ സഹകരണ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് മാറ്റി വെക്കുന്നത്. എക്സ്പ്ലെയിൻ ദ ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ മീറ്റിംഗ് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്. അപ്പോൾ നമ്മുടെ നെറ്റ് പ്രോഫിറ്റിൻ്റെ ഡിസ്പോസൽ എങ്ങനെയാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഇന്നിട്ട വീഡിയോയിലാണ് നമ്മളത് പഠിച്ചിട്ടുള്ളത്. കാരണം ഫൈനൽ അക്കൗണ്ട് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന വീഡിയോയിൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇനി വാട്ട് ഡു യു മീൻ ബൈ സബ്സിഡി? സബ്സിഡി എന്താണെന്ന് നമുക്കറിയാമായിരിക്കുമല്ലോ. അതൊരു ഫൈനാൻഷ്യൽ ബെനിഫിറ്റാണ്, അല്ലെങ്കിൽ ഒരു സപ്പോർട്ടാണ്. ഗവൺമെൻറ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അതോറിറ്റികളോ ബിസിനസ്സോ ഒക്കെ മറ്റൊരാൾക്ക് കൊടുക്കുന്ന ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് അല്ലെങ്കിൽ സപ്പോർട്ടിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? സബ്സിഡി എന്ന് പേരിട്ട് പറയാൻ പറ്റും. മെൻഷൻ എനി 2 സൊസൈറ്റീസ് എക്സംപ്റ്റഡ് ഫ്രം ഓഡിറ്റ് ഫീ എന്നാണ് കേട്ടോ. അതിന് നമുക്ക് ഉത്തരമായിട്ട് പറയാൻ കഴിയുന്നതെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും നമ്മുടെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട്. അപ്പോൾ അത്തരം സൊസൈറ്റികൾ ഓഡിറ്റ് ഫീയുടെ പേയ്മെൻറ്റിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. അതേപോലെ എല്ലാത്തരം ഫാമിംഗ് സൊസൈറ്റികളും ഓഡിറ്റ് ഫീയിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ് എന്നുള്ളതാണ് കേട്ടോ. അടുത്ത വാട്ട് ഡു യു മീൻ ബൈ സർചാർജ് എന്നുള്ളതാണ്. സർചാർജ്, അപ്പോൾ സർചാർജ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എൻ എക്സ്ട്രാ ഫീ അല്ലെങ്കിൽ ചാർജ് ഓർ ടാക്സ്. നമ്മുടെ ഒരു ഗുഡ്സ് അല്ലെങ്കിൽ ഒരു സർവീസിൻ്റെ സ്റ്റാൻഡേർഡ് പ്രൈസിനോടൊപ്പം നമ്മൾ എക്സ്ട്രാ ആയി ആഡ് ചെയ്യുന്ന ഒരു തരം ഫീ അല്ലെങ്കിൽ ഒരു ചാർജ് അല്ലെങ്കിൽ ടാക്സിനെയൊക്കെ നമുക്ക് എന്ത് പറയാൻ പറ്റും? സർചാർജ് എന്ന് പറയാൻ കഴിയും. പിന്നെ വാട്ട് ഈസ് റെസീപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്? റെസീപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അത് നമ്മുടെ എന്താണ് ഒരു സ്ഥാപനത്തിൻ്റെ റെസീപ്റ്റുകളും ഡിസ്ബേഴ്സ്മെൻറ്റുകളും അല്ലെങ്കിൽ പേയ്മെൻറ്റുകളും കൃത്യമായി എഴുതി സൂക്ഷിക്കുന്ന ഒരു സമ്മറിയാണ്. സമ്മറി ഓഫ് ഓൾ റെസീപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് ഈസ് എ റെസീപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് എഴുതാൻ പറ്റും നമുക്ക്. വാട്ട് ആർ ദ കണ്ടീഷൻസ് ടു മെയിൻ്റനൻസ് ഓഫ് ഫ്ലൂയിഡ് റിസോഴ്സസ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പോൾ നമുക്ക് ആദ്യം യഥാർത്ഥത്തിൽ എന്താണ് ഫ്ലൂയിഡ് റിസോഴ്സ് അല്ലെങ്കിൽ ലിക്വിഡ് കവർ എന്ന് അറിഞ്ഞിരിക്കണം. നമ്മൾ ഫ്ലൂയിഡ് റിസോഴ്സസ് അല്ലെങ്കിൽ ലിക്വിഡ് കവർ എന്ന് പറയുന്ന ചോദ്യം പഠിച്ചിട്ടുണ്ട്. ഫ്ലൂയിഡ് റിസോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? അത് നമ്മളുടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇമ്മീഡിയറ്റ് ഫൈനാൻഷ്യൽ ഒബ്ലിഗേഷൻ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വേഗത്തിൽ ക്യാഷാക്കി കൺവേർട്ട് ചെയ്യാൻ കഴിയുന്ന അസറ്റുകളാണ് ഈ ഫ്ലൂയിഡ് റിസോഴ്സസ് അല്ലെങ്കിൽ ലിക്വിഡ് കവർ എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഫ്ലൂയിഡ് റിസോഴ്സ് ഓർ ലിക്വിഡ് കവർ റെഫേഴ്സ് ടു ദ അസറ്റ്സ് ദാറ്റ് ആർ റെഡിലി അവൈലബിൾ and can be quickly converted into cash to meet the immediate financial obligation എന്നുള്ളതാണ്. അതിന് പ്രധാനപ്പെട്ട കണ്ടീഷൻസ് എന്ന് പറയുന്നത് എന്താണ്? ആക്യുറേറ്റ് ഫോർകാസ്റ്റിംഗ്, നമുക്ക് കൃത്യമായിട്ട് ഫോർകാസ്റ്റ് ചെയ്യാൻ കഴിയണം. അതേപോലെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ലിക്വിഡ് അസറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേക്കണം. അതേപോലെ തന്നെ ഒരു റീസണബിൾ ഡെറ്റ് ലെവൽ വേണം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ എന്നുള്ളതാണ്. അത്രയാണ് നമ്മൾ 2 മാർക്കിൻ്റെ സെക്ഷനായിട്ട് പറയുന്നത്. ഇനി 4 മാർക്കിൻ്റെ സെക്ഷനാണ്. 4 മാർക്കിൻ്റെ സെഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒന്നാമത്തെ ചോദ്യം റൈറ്റ് എ നോട്ട് ഓൺ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് ഫണ്ട് എന്നുള്ളതാണ് കേട്ടോ. അത് നമ്മൾ അന്ന് ആ വീഡിയോ ഇട്ടപ്പോൾ തന്നെ പറഞ്ഞതാണ്. ഈ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടും അതേപോലെ തന്നെ സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. അത് 1 മാർക്ക്, 2 മാർക്ക്, 4 മാർക്ക് സെക്ഷനുകളിൽ ചോദിക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ ആ വീഡിയോ ഒന്നുകൂടെ കാണുക. കണ്ടതിന് ശേഷം അത് കൃത്യമായിട്ട് പഠിക്കുക. അതേപോലെ എക്സ്പ്ലെയിൻ ദ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഓഫ് ഓവർ ഡ്യൂ ഇൻ കോഓപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതിൻ്റെയും ഒരു വീഡിയോ കിടപ്പുണ്ട്. നമ്മുടെ സഹകരണ സ്ഥാപനങ്ങളിലെ ഓവർ ഡ്യൂ എന്ന് വെച്ചാൽ എന്താണ്, ആ ഓവർ ഡ്യൂവിൻ്റെ കാരണങ്ങൾ, കോസസ് എന്തൊക്കെയാണ്, അതേപോലെ ഈ ഓവർ ഡ്യൂവിനെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം എന്ന് വരെയുള്ള ആ മൊത്തത്തിലുള്ള വീഡിയോസ് നമ്മുടെ കൃത്യമായിട്ട് അവിടെ ഇട്ടിട്ടുണ്ട്. അത് എടുക്കുക, അത് കാണുക. അതേപോലെ നമുക്ക് പിന്നെ വന്നിട്ടുള്ളൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ ഓഫ് ഗുഡ് ലെൻഡിങ്. അപ്പോൾ അത് ഒരു പുതിയ ചോദ്യമാണ്, നമ്മളങ്ങനെ എവിടെയും കേട്ടിട്ടില്ലാത്ത ഒരു തരത്തിലുള്ളൊരു ചോദ്യമാണ്. ഈ ഗുഡ് ലെൻഡിങ് എന്ന് വെച്ചാൽ എന്താണ്? ഗുഡ് ലെൻഡിങ് എന്ന് വെച്ചാൽ ഈ നമ്മൾ ക്യാഷ് ആവശ്യമുള്ള അല്ലെങ്കിൽ ഫണ്ട് ആവശ്യമുള്ള ആളുകൾക്ക് നമ്മളിത് കൊടുത്ത് തീർക്കലല്ല ഗുഡ് ലെൻഡിങ് എന്ന് പറയുന്നത്. ഗുഡ് ലെൻഡിങ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഈ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലോൺ പർപ്പസ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ലോൺ എടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്, അത് ലോൺ കൊടുക്കുന്ന ആൾ കൃത്യമായി അറിഞ്ഞിരിക്കണം എന്തിനു വേണ്ടിയിട്ടാണ് ഈ ലോൺ എടുക്കുന്നതെന്നുള്ള കൃത്യമായ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റിക്ക് വേണ്ടി തന്നെയാണോ ഈ ലോൺ എടുക്കുന്നത് എന്നറിഞ്ഞിരിക്കണം. എബിലിറ്റി ടു റീപേ, ഈ കൊടുക്കുന്ന ആൾക്ക് കൃത്യമായി തിരിച്ചടവിനുള്ള എബിലിറ്റി ഉണ്ടോ, അദ്ദേഹത്തിൻ്റെ റീപേയ്മെൻറ്റ് ഹിസ്റ്ററി എന്തൊക്കെയാണ്,
നമ്മുടെ ലോണിൻ്റെ ടേംസ് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് അവിടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതേപോലെ നമ്മളൊരു ലോൺ കൊടുക്കുന്ന സമയത്ത് എന്ത് സെക്യൂരിറ്റി, എന്ത് കൊളാറ്ററലാണ് നമ്മൾ മേടിച്ച് വെക്കുന്നത്. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഗുഡ് ലെൻഡിങ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത് ഓരോ പോയിൻറ്റ്സും എഴുതി എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. 2023 ചോദിച്ച ചോദ്യമാണ്. ഒരു പക്ഷേ ഇതിപ്പോൾ നമ്മൾ 2025 അതുകൊണ്ട് ചോദിച്ചാലും ആയി, ഒന്നും കൂടെ ഒക്കെ ചോദിച്ചാലും ആയി. അടുത്ത ചോദ്യം, ഡിസ്കസ് ദ ഫങ്ഷൻസ് ഓഫ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ്. കേട്ടോ, വീണ്ടും അത് 4 മാർക്കിന് വന്നു. 2 മാർക്കിന് ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ചോദിച്ചു, 4 മാർക്കിന് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ചോദിക്കുന്നു. പിന്നെ എക്സ്പ്ലെയിൻ ദ നീഡ് ഫോർ കോപ്പറേറ്റീവ് ഓഡിറ്റ്. വീണ്ടും കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ നീഡ് വന്നിട്ടുണ്ട്, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി വരാൻ പോണതെല്ലാം 4 മാർക്കിൻ്റെ ചോദ്യങ്ങളായിട്ട് കുറച്ച് പ്രോബ്ലംസ് ആണ്. ആ പ്രോബ്ലംസ് വളരെ സിമ്പിളാണ്. നമ്മളത് പറയുന്നത് വെച്ചാൽ നമ്മൾ ഇത് ബേസിക് അക്കൗണ്ടൻസിയാണ്, അല്ലെങ്കിൽ നമ്മൾ +1 അതേപോലെ സെക്കൻഡ് സെമ്മിലും പഠിച്ച ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ് എന്നുള്ളതാണ് അതിൻ്റെ ഒന്നാമത്തെ ഇത്. അപ്പോൾ ഫ്രം ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് റിലേറ്റിംഗ് ടു ട്രിവാൻഡ്രം കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രിപ്പയർ ദ റെസീപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റെസീപ്റ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് വരയ്ക്കേണ്ടത്. അത് നമ്മൾ എന്താണ്, റെസീപ്റ്റ് എമൗണ്ട്, ഡിസ്ബേഴ്സ്മെൻറ്റ് എമൗണ്ട് എന്ന് പറയുന്ന ഒരു കോളമായിട്ട് വരയ്ക്കുക. എന്നിട്ട് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ഓപ്പണിംഗ് ബാലൻസ് ആണ്. അപ്പോൾ റെസീപ്റ്റ് സൈഡിൽ തന്നെ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് എഴുതിയിട്ട് എന്താണ് 1/1/2021 500 എന്ന് കാണിക്കുക. ക്യാഷ് അറ്റ് ബാങ്ക് എന്നും പറഞ്ഞുകൊണ്ട് 1/1/2021 തന്നെ കാണിക്കുക, 3500 എഴുതുക. എന്നിട്ട് സെയിൽസ് ഡ്യൂറിങ് ദ ഇയർ എന്ന് പറയുന്ന സാധനം റെസീപ്റ്റ് സൈഡിൽ എഴുതുക. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് റെസീപ്റ്റ് സൈഡിൽ എഴുതുക. സെയിൽ ഓഫ് സ്ക്രാപ്പ് റെസീപ്റ്റ് സൈഡിൽ എഴുതുക. റെൻറ്റ് റിസീവ്ഡ് റെസീപ്റ്റ് സൈഡിൽ എഴുതുക. റെൻറ്റ് പെയ്ഡ് പേയ്മെൻറ്റ് സൈഡിൽ എഴുതുക. സാലറി പെയ്ഡ് പേയ്മെൻറ്റ് സൈഡിൽ എഴുതുക. പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി അത് നമ്മൾ പ്രിൻറ്റിങ് അത് പേയ്മെൻറ്റ് സൈഡിൽ എഴുതുക. ഫർണിച്ചർ പർച്ചേസ്ഡ് പേയ്മെൻറ്റ് സൈഡിൽ എഴുതുക. എന്നിട്ട് ക്യാഷ് ഇൻ ഹാൻഡ് ഓൺ 31/12/2021 അതും പേയ്മെൻറ്റ് സൈഡിൽ എഴുതിയതിന് ശേഷം സാധാരണ അക്കൗണ്ടുകൾ ബാലൻസ് ചെയ്യുന്നത് പോലെ ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ഫിഗർ കിട്ടും. ആ ഫിഗർ മിക്കവാറും നമുക്ക് കിട്ടുന്നത് പേയ്മെൻറ്റ് സൈഡിൽ തന്നെയായിരിക്കും കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഫിഗറിൻ്റെ നേർക്കിടണം ക്യാഷ് അറ്റ് ബാങ്ക് എന്നും പറഞ്ഞിട്ട് ആ ഫിഗർ എഴുതി വെക്കുക. അത്രയേ ഉള്ളൂ, വേറെ ഒന്നും അതിനകത്ത് ചെയ്യാനില്ല. 29ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? ഒരു സെയിൽസ് ഡേ ബുക്ക് തയ്യാറാക്കാനാണ്. സെയിൽസ് ഡേ ബുക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളിത് പച്ചവെള്ളം പോലെ നമ്മൾ +1 പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ സബ്സിഡിയറി ജേർണൽസ് പഠിച്ചിട്ടുണ്ട്. സബ്സിഡിയറി ജേർണൽസിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുന്നത്? ക്യാഷ് ബുക്ക് പഠിക്കുന്നു, പർച്ചേസ് ഡേ ബുക്ക് പഠിക്കുന്നു, സെയിൽസ് ഡേ ബുക്ക് പഠിക്കുന്നു, പർച്ചേസ് റിട്ടേൺ ഡേ ബുക്ക് പഠിക്കുന്നു, സെയിൽസ് റിട്ടേൺ ഡേ ബുക്ക് പഠിക്കുന്നു, ജേർണൽ പ്രോപ്പർ പഠിക്കുന്നു അല്ലേ. അപ്പോൾ അതിനകത്ത് ഒരു സംഗതിയാണ് എന്ന് പറയുന്നത് സെയിൽസ് ഡേ ബുക്ക് എന്ന് പറയുന്നത്. അത് നമ്മൾ 2 കോളം മതിയാവും, 3 കോളം മതിയാവും. ഒരു ഡേറ്റ് കോളം വേണം, ഒരു പർട്ടിക്കുലർ കോളം വേണം, അതേപോലെ എമൗണ്ട് കോളം വേണം. എന്നിട്ട് ഓരോ ഡേറ്റും എഴുതിയിട്ട് എന്തൊക്കെയാണ് മേടിച്ചത്, മേടിച്ചല്ല സെയിൽസ് ആണല്ലോ, എന്തൊക്കെയാണ് വിറ്റത്, ആ വിറ്റ കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ നോക്കി ഒരെണ്ണം ഒന്ന് പറഞ്ഞുതരാം. സോൾഡ് ഓൺ ക്രെഡിറ്റ് ആണ് അല്ലേ. എന്നുവെച്ചാൽ നമുക്ക് സെയിൽസ് ഡേ ബുക്ക് തയ്യാറാക്കുന്നത് ഗുഡ്സ് കടത്തിന് വിൽക്കുമ്പോഴാണ് നമ്മൾ സെയിൽസ് ഡേ ബുക്ക് തയ്യാറാക്കുന്നത്. കൃത്യമായിട്ട് പൈസ കിട്ടുന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ എവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? ക്യാഷ് ബുക്കിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കി 40 കിലോഗ്രാം വീറ്റ് സീഡ്സ് അറ്റ് 125 പെർ കിലോഗ്രാം. അപ്പോൾ അവിടെ നമ്മൾ പർട്ടിക്കുലർ കോളത്തിൽ നമ്മൾ എന്താ കാണിക്കേണ്ടത്? മഹേഷ് ആൻഡ് കോ അല്ലെങ്കിൽ മഹേഷ് ആൻഡ് കമ്പനി എന്ന് കാണിച്ചിട്ട് വീറ്റ് സീഡ് എന്ന് എഴുതണം. അതിൻ്റെ തൊട്ട് താഴെ വീറ്റ് സീഡ് എന്ന് എഴുതിയിട്ട് 40 × 125 എത്രയാണെന്ന് വെച്ചാൽ അത് ഇന്നർ കോളത്തിൽ എഴുതുക. അതേപോലെ അഗ്രോ ഫെർട്ടിലൈസർ എന്ന് എഴുതിയിട്ട് 20 × 75 എന്ന് എഴുതിയിട്ട് അത് എത്രയാണെന്ന് വെച്ചാൽ അതും ഇന്നർ കോളത്തിൽ എഴുതിയിട്ട് 2 എമൗണ്ട് കൂട്ടി ഔട്ടർ കോളത്തിൽ എഴുതുക. മനസ്സിലായോ? അങ്ങനെ ആ ഒരെണ്ണം ഡേറ്റ് 3ൻ്റെ ഒരെണ്ണം ചെയ്തതുപോലെ 9ൻ്റെയും 18ൻ്റെയും 28ൻ്റെയും ചെയ്തിട്ട് ടോട്ടൽ എഴുതി വെക്കുക. അത്ര മാത്രമേ ഉള്ളൂ, അവിടെ വേറെ ഒന്നും നമുക്കവിടെ ചെയ്യാനില്ല. ഇനി 30ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു കേളകം പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാനാണ്. ഇവിടെ നമുക്ക് ഇവിടെ കുറച്ച് അസറ്റുകളും ലൈബിലിറ്റികളും മാത്രമാണ് തന്നിട്ടുള്ളത്. അസറ്റുകളെ എടുത്ത് അസറ്റ് സൈഡിൽ എഴുതുക, ലൈബിലിറ്റികളെ എടുത്ത് ലൈബിലിറ്റി സൈഡിൽ എഴുതുക. ബാലൻസ് ചെയ്യുമ്പം ടാലി ആകുന്നുണ്ടോ എന്ന് നോക്കണം. 2 സൈഡും കൂട്ടി നോക്കുമ്പോൾ ടാലി ആകുന്നുണ്ടോ എന്ന് നോക്കണം. അത്ര മാത്രമേ ഉള്ളൂ. സൺട്രി ക്രെഡിറ്റർ ലൈബിലിറ്റിയാണ്, ക്യാപിറ്റൽ ലൈബിലിറ്റി സൈഡിൽ എഴുതേണ്ടതാണ്. ആ ക്യാപിറ്റലിനോടൊപ്പം കൂട്ടി എഴുതേണ്ടതാണ് നെറ്റ് പ്രോഫിറ്റ്, ക്യാഷ് ഇൻ ഹാൻഡ് അസറ്റ്, ഡെപ്റ്റേഴ്സ് അസറ്റ്, ക്ലോസിംഗ് സ്റ്റോക്ക് അസറ്റ്, ഫർണിച്ചർ അസറ്റ്, മെഷീനറി അസറ്റ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അസറ്റ്, ഫാക്ടറി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമുക്കിവിടെ അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ
ഫാക്ടറി എക്സ്പെൻസസ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഫാക്ടറി എന്ന് പറയുമ്പോൾ അത് നമുക്ക് അസറ്റായിട്ട് എടുക്കാം. പിന്നെ ലോൺ ഫ്രം ബാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ ലയബിലിറ്റിയാണ്, നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതാണ്. പിന്നെ അതർ ലയബിലിറ്റീസ് 25,000. അങ്ങനെ ഈ അസറ്റുകളെല്ലാം എടുത്ത് അസറ്റ് സൈഡിലും ലയബിലിറ്റികളെല്ലാം എടുത്ത് ലയബിലിറ്റി സൈഡിൽ എഴുതുക. എന്നിട്ട് രണ്ട് സൈഡും കൂട്ടി നോക്കുക, ടാലി ആവുന്നുണ്ടോ എന്ന് നോക്കുക. അടുത്ത ചോദ്യം 31ാമത്തെ ചോദ്യം, അതും വളരെ സിമ്പിളാണ്. ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കാനാണ്. അറിയാലോ ട്രേഡിംഗ് അക്കൗണ്ട് നമുക്കറിയാം. നമ്മൾ ആദ്യം ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും, ഡെബിറ്റ് സൈഡിൽ ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതുക, പർച്ചേസസ് എഴുതുക, റിട്ടേൺ ഉണ്ടെങ്കിൽ കുറയ്ക്കുക, എന്നിട്ട് എന്താണ് ഡയറക്റ്റ് എക്സ്പെൻസുകളെല്ലാം താഴെ എഴുതി വെക്കുക. എന്നിട്ട് ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ആദ്യം സെയിൽസ് എഴുതുക, സെയിൽസിൽ നിന്ന് റിട്ടേൺ ഉണ്ടെങ്കിൽ കുറയ്ക്കുക, അതിന് താഴെ നമ്മൾ എന്ത് എഴുതുക, ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതി വെക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് കിട്ടുന്നു. അത്ര മാത്രമേ ഉള്ളൂ. അതും വളരെ സിമ്പിളാണ്. ഇനി 32ാമത്തെ ചോദ്യം, നമ്മൾ സെക്ഷൻ ഡിയിലേക്ക് കടക്കുകയാണ്. സെക്ഷൻ ഡി എന്ന് പറയുന്നത് 15 മാർക്കിൻ്റെതാണ്. അത് ഒന്നാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ സോഴ്സസ് ഓഫ് ഫണ്ട്സ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. അത് വളരെ പ്രധാനമായി നമുക്ക് യഥാർത്ഥത്തിൽ ഈ നമ്മുടെ 6th സെമ്മിൻ്റെ കോഓപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങിൽ തിയറി ആയിട്ട് എസ് എ പഠിക്കാൻ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. നമുക്ക് വളരെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. അതിനകത്ത് ഒരു ചോദ്യമാണ് ഈ സോഴ്സസ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത്. സോഴ്സ് ഓഫ് ഫണ്ട് പ്രധാനമായിട്ട് എന്തൊക്കെയാണ്, ഓൺഡ് ഫണ്ടും ബോറോഡ് ഫണ്ടുമാണ്. ഓൺഡ് ഫണ്ട് ഏതൊക്കെയാണെന്ന് സെപ്പറേറ്റ് പഠിക്കുന്നുണ്ട്, ബോറോഡ് ഫണ്ട് ഏതൊക്കെയാണെന്ന് സെപ്പറേറ്റ് പഠിക്കുന്നുണ്ട്. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചാൽ അത് നമുക്ക് പറ്റും. ഡിസ്കസ് ദ ഡ്യൂട്ടീസ് ഓഫ് ആൻ ഓഡിറ്റർ. അത് നമ്മൾ യഥാർത്ഥത്തിൽ ഈ കോഓപ്പറേറ്റീവ് അക്കൗണ്ടിങ് നോക്കി പഠിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന പേപ്പറിൽ വളരെ വിശദമായിട്ട് പഠിക്കുന്നുണ്ട്, അത് എഴുതുക. ഇനി വരുന്ന ചോദ്യം 34ാമത്തെ ചോദ്യമാണ്. അവിടെ നമ്മൾ ക്യാഷ് ബുക്ക് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ ക്യാഷ് ബുക്ക് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ക്യാഷ് ബുക്ക് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഞാനിവിടെ ചോദ്യം വായിച്ച് വെച്ച് നോക്കുവാണെങ്കിൽ ഇവിടെ ഡബിൾ കോളം ക്യാഷ് ബുക്കാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരിക എന്നാണ് തോന്നുന്നത്. അവിടെ യഥാർത്ഥത്തിൽ ക്യാഷ് ബാലൻസും ബാങ്ക് ബാലൻസും തന്നിട്ടുണ്ട്. പിന്നെ ചെക്കിൻ്റെ കുറേ ട്രാൻസാക്ഷൻ തന്നിട്ടുണ്ട് കേട്ടോ. ബാങ്ക് ട്രാൻസാക്ഷൻ കുറേ തന്നിട്ടുണ്ട്, ക്യാഷ് ട്രാൻസാക്ഷനും ഉണ്ട്. എങ്കിലും കൂടുതലും നമ്മുടെ ബാങ്ക് ട്രാൻസാക്ഷൻ വരുന്നത് കൊണ്ട് തന്നെ ഒരു ഡബിൾ കോളം ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ ബാങ്ക് കോളം ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അവിടെ ചിലപ്പോൾ കോൺട്രാ എൻട്രികൾ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കോൺട്രാ എൻട്രികൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഞാനത് പറഞ്ഞ് അലോസരപ്പെടുത്തുന്നില്ല, ചെയ്യാൻ കഴിയത്തില്ലെങ്കിൽ അത് വിട്ടിട്ട് പോയേക്കാം. നമുക്ക് അവിടെ നിന്ന് കിട്ടും, നമുക്ക് 2 ഈ തിയറി ക്വസ്റ്റ്യൻ കിട്ടുമല്ലോ. പിന്നെ ആ 35ാമത്തെ ചോദ്യം എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ആ 35ാമത്തെ ചോദ്യം എന്ന് വെച്ചാൽ നമുക്ക് എന്താ തന്നിട്ടുള്ളത്, അവിടെ ട്രയൽ ബാലൻസ് ആണ് തന്നിട്ടുള്ളത്. ഈ ട്രയൽ ബാലൻസിൽ നിന്ന് എന്ത് തയ്യാറാക്കുക, ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ്. ഇത് ഓരോ ഐറ്റവും ഏത് സാധനത്തിൽ എടുക്കുമെന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ക്യാപിറ്റൽ എവിടെയാണ് എടുക്കുന്നത്, ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റ്, ഡ്രോയിങ്സ് ബാലൻസ് ഷീറ്റ്, പർച്ചേസസ് ട്രേഡിംഗ് അക്കൗണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഗവൺമെൻറ് സെക്യൂരിറ്റി അസറ്റ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ്, വേജസ് ട്രേഡിംഗ് അക്കൗണ്ട്, സൺട്രി ഡെപ്റ്റേഴ്സ് അസറ്റ്, ലീഗൽ എക്സ്പെൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ക്യാഷ് ഇൻ ഹാൻഡ് അസറ്റ്, ക്യാഷ്ഡ് ബാങ്ക് അസറ്റ്, ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി അസറ്റ്, മെഷീനറി അസറ്റ്, ബിൽസ് പേയബിൾ ലയബിലിറ്റി, ബിൽസ് റിസീവബിൾ അസറ്റ്, സാലറി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എക്സ്പെൻസ്, ഓഫീസ് എക്സ്പെൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എക്സ്പെൻസ്, ഡിസ്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എക്സ്പെൻസ്, സെയിൽസ് ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുക്കണം. അതിനുശേഷം വരുന്നത് സ്റ്റോക്കാണ്, ഓപ്പണിംഗ് സ്റ്റോക്കാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് അത് ട്രേഡിംഗ് അക്കൗണ്ടിലാണ് എടുക്കേണ്ടത്. റെൻറ്റ് അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കണം. ബാഡ് ഡെറ്റ്സ് നമ്മൾ എവിടെ എടുക്കണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് എടുക്കേണ്ടത്. എങ്കിൽ പോലും ബാഡ് ഡെറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടൊരു അഡ്ജസ്റ്റ്മെൻറ്റ് അഡീഷണൽ ഇൻഫർമേഷനിൽ ഡിയിൽ കിടപ്പുണ്ട്, അത് ആ സമയത്ത് പറയാം. ഇനി ഇൻഷുറൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഗ്യാസ് ആൻഡ് ഫ്യൂവൽ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുക്കുന്നതാണ് നല്ലത്. ഫ്രൈറ്റ് ചാർജ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുക്കുന്നതാണ് നല്ലത്. ലൂസ് ടൂൾസ് നമുക്ക് 2ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഒന്നുകിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എക്സ്പെൻസ് ആയിട്ട് കാണിക്കണം, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൽ അസറ്റായിട്ട് കാണിക്കണം. പിന്നെ പേഷ്യൻ്റ് റൈറ്റ്സ് എന്നാണ് കിടക്കുന്നത്, അത് പക്ഷേ പേറ്റൻ്റ് റൈറ്റ്സ് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പേറ്റൻ്റ് റൈറ്റ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ബാലൻസ് ഷീറ്റിലാണ് എടുക്കേണ്ടത്. ഓഫീസ് ഫർണിച്ചർ ബാലൻസ് ഷീറ്റാണ്. ഫാക്ടറി ലൈറ്റിങ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുക്കുന്നതാണ് നല്ലത്. പിന്നെ സൺട്രി ക്രെഡിറ്റേഴ്സ് നമ്മൾ ബാലൻസ് ഷീറ്റ് ലയബിലിറ്റിയാണ്. റിട്ടേൺ ഇൻവേർഡ് എന്ന് വെച്ചാൽ സെയിൽസ് റിട്ടേൺ ആണ്. റിട്ടേൺ ഔട്ട്വേർഡ് എന്ന് വെച്ചാൽ പർച്ചേസ് റിട്ടേൺ ആണ്. അതേപോലെ തന്നെ പിന്നെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് നമ്മുടെ ലയബിലിറ്റിയാണ്. ഓക്കെ,
ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ എവിടെയൊക്കെ എടുക്കണം? ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലും എടുക്കണം, ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും എടുക്കണം. വേജസ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുമ്പോൾ വേജസ് എടുത്ത് എഴുതുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടല്ല, ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതുമ്പോൾ ആ വേജസിനോടൊപ്പം 1000 രൂപ ആഡ് ചെയ്ത് വെക്കണം. എന്നിട്ട് ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. സാലറി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എഴുതുമ്പോൾ ആ സാലറിയോടൊപ്പം 2000 രൂപ ആഡ് ചെയ്ത് കാണിക്കണം. ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ 2000 രൂപ കാണിക്കുകയും വേണം. ഇൻഷുറൻസ് പ്രീപെയ്ഡ് എന്ന് പറയുമ്പം ഇൻഷുറൻസ് നമ്മൾ എഴുതുന്ന സമയത്ത് അടുത്തത് റൈറ്റ് ഓഫ് ബാഡ് ഡെറ്റ്, ഫർദർ ബാഡ് ഡെറ്റ് ₹2300. അതേപോലെ പ്രൊവൈഡ് 5% ഓൺ സൺട്രി ഡെപ്റ്റേഴ്സ് ആസ് ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്നാണ് വെച്ചാൽ ബാഡ് ഡെറ്റ്, ഫർദർ ബാഡ് ഡെറ്റ് ഉണ്ട്, ഒരു ന്യൂ ബാഡ് ഡെറ്റ് 2300 രൂപയുണ്ട്. അതേപോലെ തന്നെ സൺട്രി ഡെപ്റ്റേഴ്സിൻ്റെ 5% നമ്മൾ എന്താക്കി വെക്കാനും പറഞ്ഞിട്ടുണ്ട്, ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ് ആക്കി വെക്കാനും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ മെഷീനറി ഡിപ്രീസിയേറ്റ് പിന്നെ 10% മെഷീനറി ഡിപ്രീസിയേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി ഡിപ്രീസിയേറ്റ് ചെയ്യണം. അത് പക്ഷേ ഇത് രണ്ടും നമ്മുടെ ഈ കാണിക്കുന്ന ഫർദർ ബാഡ് ഡെറ്റ് ആയാലും പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് ആയാലും അതേപോലെ തന്നെ ഈ മെഷീനറിയുടെയും ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടിയുടെയും ഡിപ്രീസിയേഷൻ ആയാലും അതെല്ലാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കേണ്ടുന്ന ഐറ്റമാണ്. പിന്നെ അതത് ഐറ്റങ്ങൾ നമ്മൾ സൺട്രി ഡെപ്റ്റേഴ്സിൽ നിന്നും കുറയ്ക്കണം. അതേപോലെ അതത് അസറ്റുകളിൽ നിന്നും കുറച്ച് കാണിക്കുകയും കൂടെ വേണം. ഇത്രയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. നമ്മൾ നോർമലി ഒന്ന് നോക്കുമ്പോൾ ഒരു 90% എളുപ്പമുള്ളൊരു ചോദ്യമാണ് വരുന്നത്. ഇനി വരാൻ പോകുന്ന പരീക്ഷയും ഇങ്ങനെ തന്നെ എളുപ്പമുള്ള ചോദ്യമാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഗുഡ് ലക്ക്.